ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് കോൺട്രാക്ട് ആക്ട് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോൺട്രാക്ട് ആക്ടിലെ ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചു തീർക്കാനും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയുമാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ചാപ്റ്റർ 8 ഓഫ് കോൺട്രാക്ട് ആക്ടിലാണ് ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കാം, നമുക്കുണ്ടാവുന്ന ഒരു ലോസ്, ആ ലോസിൽ നിന്ന് വേറൊരാൾ നമ്മളെ സേവ് ചെയ്തോളാം എന്ന് പറയണു. അങ്ങനെ ഒരു കോൺട്രാക്ട്. അതുപോലെ ഞാനിപ്പോ ഒരു ഡെറ്റ് എടുത്തു, ആ ഡെറ്റ് ഞാൻ അടച്ച് തീർക്കാനായിട്ട് ഒരു ഡീഫോൾട്ട് വരുത്താണ്. അപ്പൊ അങ്ങനെ ഒരു ഡീഫോൾട്ട് വരുമ്പോൾ അതിന് പകരമായിട്ട് വേറൊരാൾ അത് അടച്ചോളാം, അല്ലെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി നിൽക്കുകയാണ്. ഇൻ കേസ് ഞാൻ ഡീഫോൾട്ട് വരുത്തിയാൽ വേറൊരാൾ ആ ഒരു പേയ്മെന്റ് ഗ്യാരണ്ടി ചെയ്യാണ്. ഇങ്ങനെയൊക്കെയുള്ള കോൺട്രാക്ട് വാലിഡ് ആണോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടിയിൽ പഠിക്കുന്നത്. സെക്ഷൻ 124 ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്താന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്താന്ന് ആദ്യം നോക്കാം. അപ്പൊ ഈ ഇൻഡെമിനിറ്റി എന്ന് പറയുന്ന ഈ വാക്ക്, ഇൻഡെമിനിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ ഡിക്ഷണറി മീനിങ് എന്താന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് ഇൻഡെമിനിറ്റി എന്ന് മനസ്സിലാക്കണ്ടേ. അതൊരു സെക്യൂരിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആണ്. അതായത് എന്തെങ്കിലും ഒരു ലോസോ അല്ലെങ്കിൽ ഡാമേജിനോ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആണ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 124 എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്: എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ. അവിടെ എന്താണ്, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ പ്രോമിസ് ചെയ്യാണ്, പാർട്ടിയോട് പ്രോമിസ് ചെയ്യാണ് എന്ത്, to save the other from loss caused to him by the conduct of the promiser himself or by the conduct of any other person is called a contract of indemnity. ഇവിടെ പ്രോമിസ് ചെയ്യുന്നു. എന്ത് പ്രോമിസ് ചെയ്യുന്നു? അയാൾക്ക് ഉണ്ടാവുന്ന ലോസിൽ നിന്ന് സേവ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ആ ഉണ്ടായ ലോസ് ഈ പ്രോമിസറിന്റെ കണ്ടക്ട് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും കണ്ടക്ടർ, അതായത് പ്രോമിസറിന്റെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, മറ്റാരുടെയെങ്കിലും ഒരു കണ്ടക്ട് മൂലം ഈ പറയുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും സേവ് ചെയ്തോളാം എന്ന് പ്രോമിസ് ചെയ്യുന്നതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് മനസ്സിലാവും കുറച്ചും കൂടെ. സോ ഇവിടെ ഒന്ന് ആലോചിക്കാം. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കോൺട്രാക്ട് എൻട്രി ചെയ്യാണ് ബി ആയിട്ട്. ബിയോട് പറയാണ് സി ബിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന എന്തൊരു പ്രൊസീഡിങ്സും, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺസിക്വൻസ്, ആ എടുക്കുന്ന പ്രൊസീഡിങ്സിൽ നിന്ന് എന്തെങ്കിലും കോൺസിക്വൻസസ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻ റെസ്പെക്ട് ഓഫ് 200 റുപ്പീസ്, ഫോർ എക്സാമ്പിളിലാണ് 200 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 200 റുപ്പീസിനെ സംബന്ധിച്ച് സി ബിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രൊസീഡിങ്സ് എടുക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ എ അത് കോമ്പൻസേറ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ ബിക്ക് ഉണ്ടാവുന്ന നഷ്ടത്തിൽ നിന്നും എ സംരക്ഷിച്ചോളാം, സേവ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഉണ്ടാവുന്ന നഷ്ടം ഒരു മൂന്നാമതൊരാള് എന്താണ്, അതിൽ നിന്ന് എൻ്റെ ആ ലോസിൽ നിന്ന് എന്നെ സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഈ പറയുന്ന എനിക്കുണ്ടായ നഷ്ടം ചിലപ്പോൾ ഈ എന്നെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ആളുടെ കണ്ടക്ട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കണ്ടക്ട് ആവാം, അത് ഒരു വിഷയമല്ല. അങ്ങനെ എനിക്കുണ്ടാവുന്ന ലോസിന് മറ്റൊരാൾ കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. സോ അതിനെ നമുക്ക് ഡെഫിനിഷൻ പോലെ പഠിക്കണം എന്നുണ്ടെങ്കിൽ, വൺ പാർട്ടി പ്രോമിസസ്, ഇവിടെ എങ്ങനെയാണ്, വൺ പാർട്ടി പ്രോമിസ് ചെയ്യാണ്. എന്ത് പ്രോമിസ് ചെയ്യുന്നു? ടു കോമ്പൻസേറ്റ് ഫോർ ലോസ് കോസ്ഡ് ബൈ കണ്ടക്ട് ഓഫ് എ പ്രോമിസർ, കണ്ടക്ട് ഓഫ് പ്രോമിസർ ഓർ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ. അപ്പോൾ ഒരു പാർട്ടി എന്ത് ചെയ്യുന്നു? പ്രോമിസ് ചെയ്യുന്നു. എന്ത് പ്രോമിസ് ചെയ്യുന്നു? മറ്റൊരാൾക്ക് ഉണ്ടാവുന്ന ലോസ് കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പ്രോമിസ് ചെയ്യുന്നു. ഈ പറയുന്ന ലോസ് ഒന്നില്ലെങ്കിൽ ഈ പ്രോമിസറുടെ കണ്ടക്ട്, പ്രോമിസറുടെ ഒരു കാരണം കൊണ്ടോ ഉണ്ടായ ഒരു ലോസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് അനദർ പേഴ്സൺ, കണ്ടോ, വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കൊണ്ടുണ്ടായിട്ടുള്ള ലോസും ആവാം. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, അങ്ങനെ ഒരു ലോസ് ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പ്രോമിസ് ചെയ്യാണ്. അതാണ് ഇതിലെ മെയിൻ എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റികളും വാലിഡ് അല്ല. അതായത് എനിക്ക് ഉണ്ടാവുന്ന ലോസ് മറ്റൊരാൾ സേവ് ചെയ്തോളാം എന്ന് പറയുന്ന എല്ലാ കോൺട്രാക്റ്റുകളും വാലിഡ് അല്ല. കാരണം എന്താണ്? ഇഫ് ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി, ഇത് ഈ പറയുന്ന കാര്യം പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ,
പബ്ലിക് പോളിസിക്ക് വയലേഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട് വാക്കുണ്ടോ, പബ്ലിക് പോളിസി ആൻഡ് അൺലോഫുൾ. അതായത് ഈ പറയുന്ന, ഇപ്പൊ ഞാൻ പറയാണ് ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്, ഇന്ന സാധനം നീ ഇവിടേക്ക് കൊണ്ടുവന്നോളൂ, എന്തെങ്കിലും ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഈ ഡ്രഗ്സ് പിടിച്ച് പോലീസ് എന്ത് ഉണ്ടായാലും ഞാൻ നിന്നെ സേവ് ചെയ്തോളാം എന്ന് പറയാണ്. അതൊരിക്കലും ഒരു വാലിഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി അല്ല. കാരണം അതൊരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഇന്റൻഷൻ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അൺലോഫുൾ ആണ്. അതുപോലെ തന്നെ അത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക് ഞാൻ നിനക്ക് ഉണ്ടാവുന്ന ലോസ് കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പറയുന്നത് വാലിഡ് അല്ല. സോ സച്ച് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ഇസ് നോട്ട് വാലിഡ് അല്ല എന്നുള്ളത് തന്നെയാണ് പറയണത്. ഇനി നമുക്ക് വേറൊരു കാര്യം, രണ്ട് പാർട്ടീസിനെ പറ്റി. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി നമ്മൾ എപ്പോഴും രണ്ട് എയും ബിയും ഒക്കെ പാർട്ടീസ് പറയുന്നുണ്ട്. അപ്പൊ ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയിലുള്ളത് രണ്ട് പാർട്ടീസ് ആണ്. ഒന്ന് ഇൻഡെമിനിഫയറും അതുപോലെ തന്നെ ഇൻഡെമിനിറ്റി ഹോൾഡറും. ഇൻഡെമിനിഫയർ എന്ന് പറഞ്ഞാൽ ആരാണോ മറ്റൊരാളെ നമ്മൾ സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ പ്രോമിസ് ചെയ്യുന്നത് മറ്റൊരാളെ ലോസിൽ നിന്ന് സേവ് ചെയ്തോളാം എന്ന് പ്രോമിസ് ചെയ്യുന്ന ആളെയാണ് ഇൻഡെമിനിഫയർ എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരെയാണോ നമ്മൾ സേവ് ചെയ്യുന്നത്, ആ ഒരു പേഴ്സൺ ഉണ്ടാവുമല്ലോ, ആരുടെ ലോസ് ആണോ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അയാളെയാണ് ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്. ഇതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയുടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ്സ് ഓഫ് ഇൻഡെമിനിറ്റി ഹോൾഡർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇൻഡെമിനിറ്റി ഹോൾഡർ നേരത്തെ പറഞ്ഞു, ആരുടെയാണോ ലോസ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പൊ ഒരാളെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് ഉണ്ടാകുന്ന ലോസ്, അവരെയാണ് നമ്മൾ ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയാം. ഇൻഡെമിനിറ്റി ഹോൾഡറിന് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മളുടെ ആക്ടിൽ സെക്ഷൻ 125 3 റൈറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, all the damages which he may be compelled to pay in any suit relating to the matter covered by the indemnity. ഈ പറയുന്നത് നമ്മളുടെ ഇൻഡെമിനിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്യൂട്ട് വരാണ്, ആ ഒരു സ്യൂട്ടിൽ അയാൾക്ക് ഈ ഇൻഡെമിനിറ്റി ഹോൾഡറിന് സ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പേ ചെയ്തിട്ടുള്ള ആ ഒരു ഡാമേജസ്, ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെമിനിഫയറിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. സോ അതാണ് ഫസ്റ്റ്. രണ്ടാമത്തത്, ഓൾ കോസ്റ്റ് റീസണബിളി ഇൻകേർഡ് ഇൻ ഡിഫെൻഡിങ് സച്ച് സ്യൂട്ട്. അപ്പോൾ ഈ പറയുന്ന സ്യൂട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു കോസ്റ്റുകൾ ഇൻകർ ചെയ്തിട്ടുണ്ട്, റീസണബിളി ഇൻകർ ചെയ്തിട്ടുള്ള എല്ലാ കോസ്റ്റുകളും, ആ ഒരു സ്യൂട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഉണ്ടായിട്ടുള്ള ലോസുകൾ. പക്ഷെ പ്രൊവൈഡഡ് ദാറ്റ് ഹി ആക്റ്റഡ് പ്രുഡന്റ്ലി. ഈ പറയുന്ന ഇൻഡെമിനിറ്റി ഹോൾഡറിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഈ പറയണത്. അതായത് പ്രൂഡന്റ്ലി ആയിരിക്കണം ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഹി ആക്റ്റഡ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ദി ഇൻഡെമിനിഫയർ. ഇൻഡെമിനിഫയറിന്റെ അതോറിറ്റി, ഇൻഡെമിനിഫയർ പറയണതൊന്നും കേൾക്കാതെ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്തു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. ഇൻഡെമിനിഫയറിന്റെ അതോറിറ്റിയുടെ അണ്ടറിലായിരിക്കണം ഇൻഡെമിനിറ്റി ഹോൾഡർ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതാണ് വേറൊരു കണ്ടീഷൻ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഈ കണ്ടീഷൻ മസ്റ്റ് ആണ്. ഇത് നമുക്ക് ഈ റിക്കവർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് ആക്ട് പ്രൂഡന്റ്ലി, അല്ലെങ്കിൽ ഓർ ഹി ആക്ടഡ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ ഇൻഡെമിനിഫയർ. ഇത് നിർബന്ധമാണ്. ഇനി മൂന്നാമത്, സംസ് പെയ്ഡ് അണ്ടർ കോംപ്രമൈസ് ഓഫ് എനി സ്യൂട്ട്. ഇപ്പൊ ഈ ഒരു സ്യൂട്ട് കോംപ്രമൈസ് ചെയ്യാണ്, അങ്ങനെ വരുമ്പോ എന്തെങ്കിലും ഒരു സം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് സച്ച്, അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. പക്ഷേ ഇഫ് സച്ച് എ കോംപ്രമൈസ് വാസ് നോട്ട് അഗെയിൻസ്റ്റ് എനി ഡയറക്ഷൻ ഗിവൺ ബൈ ദ ഇൻഡെമിനിഫയർ സ്പെഷ്യലി, അതായത് ഇൻഡെമിനിഫയറിന്റെ ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആ ഒരു എക്സ്പെൻസ്, അതായത് ആളുടെ ഡയറക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ആളുടെ ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെമിനിഫയർ കൊടുക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് നമുക്ക് ഇൻഡെമിനിഫയറിന്റെ അടുത്തുനിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആള് പറയണതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തില്ല, അങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ പറയണ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, is that he should act in such a way that he would have acted in the absence of the indemnity. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധക്കുറവൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇൻഡെമിനിറ്റി ഹോൾഡർ ആക്ട് ചെയ്യുക? അതുപോലെ തന്നെ ആയിരിക്കണം ആ ഒരു കോൺട്രാക്ട്
ഉണ്ടെങ്കിലും, അതായത് ഇപ്പൊ കോൺട്രാക്ട് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, നമുക്കിപ്പോ ഒരു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ സേഫ് കുറച്ചും കൂടെ എന്താ പറയാ ഒരു സൂക്ഷിക്കും അല്ലെ. അതുപോലെ തന്നെ ആയിരിക്കണം ഇൻഡെമിനിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡെമിനിറ്റിയുടെ ആബ്സെൻസ്, ഈ പറയുന്ന കോൺട്രാക്ട് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക, അതുപോലെ ആയിരിക്കണം ഇൻഡെമിനിറ്റി ഹോൾഡർ ആക്ട് ചെയ്യേണ്ടത്. ഓർ ദ authorization to compromise the suit was given by the promisor. അതേപോലെ ഇപ്പൊ ഈ സ്യൂട്ട് ഇവിടെ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ, അതിന്റെ ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ടാവേണ്ടത് ഈ പ്രോമിസർ ആണ്. അപ്പൊ ഇതും ഒരു കണ്ടീഷൻ ആണെന്നാണ് പറയുന്നത്. 3 ബേസിക് ആയിട്ടുള്ള 3 ആദ്യത്തെ, പിന്നെ ഇതും ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് റൈറ്റ്സ് ഓഫ് ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താന്നുള്ളത്. സെക്ഷൻ 126 കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയെ പറ്റിയിട്ട് പറയുന്നത്. ഡെഫിനിഷൻ എങ്ങനെയാണ്? എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇസ് എ കോൺട്രാക്ട് പെർഫോം. ഒരു കോൺട്രാക്ട് ആണ്, നമുക്കറിയാം കോൺട്രാക്ട് ആണ്, എന്ത് ചെയ്യാനാണ്? ടു പെർഫോം ദ പ്രോമിസ്, ഒരു പ്രോമിസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓർ ഡിസ്ചാർജ് ലൈബിലിറ്റി, അല്ലെങ്കിൽ എന്തിനാണ്? ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നില്ലെങ്കിൽ ഒരു പ്രോമിസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ. ആരുടേന്നാണ് ഇനി ക്വസ്റ്റ്യൻ. ഓഫ് എ തേർഡ് പേഴ്സൺ, ഒരു തേർഡ് പേഴ്സന്റെ ലൈബിലിറ്റി അല്ലെ. അതെപ്പോഴാണ്? വെറുതെ ഒരു തേർഡ് പേഴ്സന്റെ ലൈബിലിറ്റി ഒരാള് കൊടുക്കല്ല ചെയ്യണത്, അല്ലെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കല്ല ചെയ്യണം. എപ്പോഴാണ്? ഇൻ കേസ് ഓഫ് ഹിസ് ഡീഫോൾട്ട്, ഈ തേർഡ് പാർട്ടി ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തോളാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈബിലിറ്റിനെ ഡിസ്ചാർജ് ചെയ്തോളാം, അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യം ചെയ്തോളാം. ഇതാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്, നമ്മൾ ലോൺ എടുക്കുമ്പോൾ എന്താണ്? ഷുവറിറ്റീസിനെ വെക്കും അല്ലെ. ജാമ്യം നിൽക്കുമ്പോൾ ഒരാളൊരു ഗ്യാരണ്ടി ചെയ്യും. എനിക്ക് എടുക്കുന്ന ആളാണെങ്കിലും ആ കാശ് കൊടുക്കുന്ന ഒരു ജാമ്യക്കാരെയും കൂടെ വെച്ചിട്ടാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ. സോ ഇവിടെ 3 ആളുകളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്: ഷുവറിറ്റി, പ്രിൻസിപ്പൽ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ആരാണ് ഷുവറിറ്റി? ഗ്യാരണ്ടി കൊടുക്കുന്ന ആള്, അതായത് ഇന്ന ആളെ അടച്ചില്ലെങ്കിൽ അതിന് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്ന, അയാളുടെ ഡീഫോൾട്ടിൽ ഞാൻ അടച്ചോളാം എന്ന് ഗ്യാരണ്ടി നിൽക്കുന്ന ആളാണ് ഷുവറിറ്റി. ആൻഡ് ആരാണോ ഈ ഒരു ഡീഫോൾട്ട് വരുത്തുന്നത്, അല്ലെങ്കിൽ ആരുടെ ഡീഫോൾട്ട് ആണോ ഇങ്ങനെ ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട്, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം എമൗണ്ട് ആണെങ്കിൽ അത് എടുക്കുന്ന അവരാണ് പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറയാം. ഇനി ആർക്കാണോ ഈ ഗ്യാരണ്ടി കൊടുക്കുന്നത്, അതായത് the person in respect of whose the guarantee is given. ഇപ്പൊ ചിലപ്പോൾ എനിക്കായിരിക്കും ഗ്യാരണ്ടി തന്നേക്കുന്നത്. അപ്പൊ ഞാൻ ആരാണ്? ക്രെഡിറ്റർ. ഞാൻ ചിലപ്പോൾ കാശ് കൊടുത്തിട്ടുണ്ടാവും എ എന്ന് പറയുന്ന ഒരാൾക്ക്. അപ്പൊ എ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡെറ്റർ ആണ്, ഞാൻ കാശ് കൊടുക്കുന്ന ആള് ക്രെഡിറ്റർ ആണ്. ഇനി ഈ എ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിൽക്കുന്ന ഒരാള് സി, അപ്പോൾ അയാളാണ് ഷുവറിറ്റി. ഇൻ കേസ് പ്രിൻസിപ്പൽ ഡെറ്റർ കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആരാണ് ആ ഒരു ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ബാധ്യതയുള്ളത്? ഈ ഷുവറിറ്റിക്കാണ് അല്ലെ. അത് ആ ഒരു ഡീഫോൾട്ട് വരുത്തിയാൽ ഇന്ന ആള് ചെയ്തോളാം എന്നുള്ളൊരു കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സെക്ഷൻ 127 പറയുന്നത് കൺസിഡറേഷൻ ഫോർ ഗ്യാരണ്ടി എന്നുള്ളത്. അപ്പൊ എന്താണ് കൺസിഡറേഷൻ അല്ലെ? നമ്മൾ കോൺട്രാക്റ്റിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസിഡറേഷൻ വേണം എന്നുള്ളത് അല്ലെ. ഒരു കോൺട്രാക്റ്റിന് നമുക്ക് കൺസിഡറേഷൻ വേണം. അപ്പൊ ഇവിടെ ആലോചിച്ചാൽ മതി, ഷുവറിറ്റിക്ക് എന്ത് കൺസിഡറേഷൻ ആണ് കിട്ടുന്നത്? അതായത് ഇങ്ങനെ ഗ്യാരണ്ടി ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഇങ്ങനെ ഗ്യാരണ്ടി ഒക്കെ ചെയ്യുന്നുണ്ട്, എന്താണ് ഇവിടെ ഷുവറിറ്റിയുടെ കൺസിഡറേഷൻ? ഷുവറിറ്റിയുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എനിത്തിങ് ഡൺ ഓർ എനി പ്രോമിസ്, എന്ത് ചെയ്തതായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോമിസ് ആയിക്കോട്ടെ, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. ആരുടെ ബെനിഫിറ്റ് ആണ്? പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രോമിസോ, അതെന്താണ്? ഇസ് എ സഫിഷ്യന്റ് കൺസിഡറേഷൻ ടു ദ ഷുവറിറ്റി ഫോർ ഗിവിംഗ് ദ ഗ്യാരണ്ടി. അപ്പൊ ഷുവറിറ്റിയുടെ പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ അങ്ങനെ ഒന്നുമില്ല. പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ ബെനിഫിറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രോമിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുള്ളതോ എന്താണ്? ഷുവറിറ്റിക്കുള്ളൊരു കൺസിഡറേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊരു സഫിഷ്യന്റ് കൺസിഡറേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സെക്ഷൻ 128 ഷുവറിറ്റീസ് ലയബിലിറ്റി. എന്താണ് ഷുവറിറ്റിയുടെ ലയബിലിറ്റി? അപ്പൊ നമ്മൾ പറഞ്ഞു ഷുവറിറ്റി എപ്പോഴാണ് എങ്ങനെയാണ് ഗ്യാരണ്ടി ചെയ്യണത്? അതായത് ഇൻ കേസ് ഒരു തേർഡ് പേഴ്സൺ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്തോളാം, അങ്ങനെയല്ലേ. അപ്പൊ ഇവിടെ ഷുവറിറ്റിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ അതേ ലയബിലിറ്റി അല്ലെങ്കിൽ ദേ ഷെയർ സെയിം ലയബിലിറ്റി അല്ലെങ്കിൽ കോ എക്സ്റ്റെൻസീവ് ആണ് അവരുടെ
ലയബിലിറ്റി എന്ന് പറയുന്നത് കോ എക്സ്റ്റെൻസീവ് ആണ്. എങ്ങനെയാണ്? ലയബിലിറ്റി ഓഫ് ഷുവറിറ്റി ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ. പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ ലയബിലിറ്റി തന്നെയാണ് ഷുവറിറ്റിയുടെ ലയബിലിറ്റി. അതിൽ വ്യത്യാസമൊന്നുമില്ല. അൺലെസ് അതർവൈസ് പ്രൊവൈഡ് ബൈ ദ കോൺട്രാക്ട്. ഇൻ കേസ് കോൺട്രാക്റ്റിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോ എക്സ്റ്റെൻസീവ് അല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. അല്ലാത്ത പക്ഷം ഷുവറിറ്റിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റേഴ്സ് ലയബിലിറ്റി. ഇതാണ് ലയബിലിറ്റി ഓഫ് ഷുവറിറ്റിയിൽ പറയുന്നത്. ഇനി അടുത്തതാണ് സെക്ഷൻ 129 കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്താന്നുള്ളത്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടി. സോ എ ഗ്യാരണ്ടി വിച്ച് എക്സ്റ്റെൻസ് ടു എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടല്ല, ഇപ്പൊ ഇന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രം. ഓക്കെ, ഇന്നൊരു എമൗണ്ട് അയാൾ അടച്ചില്ലെങ്കിൽ ഞാൻ അടച്ചോളാം, അതല്ല. ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷന് അങ്ങനെ ഗ്യാരണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് അതിന് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ആ ഒരു ഗ്യാരണ്ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കും. അതൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയണത്. എ ഗ്യാരണ്ടീസ് പേയ്മെന്റ് ഫോർ ഓൾ ഗുഡ്സ് സപ്ലൈഡ് ബൈ ബി ടു സി. സിക്ക് കൊടുക്കുന്ന എല്ലാ ഗുഡ്സുകളും പേയ്മെന്റും എ ഗ്യാരണ്ടി ചെയ്യാണ് ഫ്രം ടൈം ടു ടൈം അപ് ടു 1 lakh. ഇവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം വരെയുള്ള ഗുഡ്സിന്റെ പേയ്മെന്റ് ഫ്രം ടൈം ടു. അതിപ്പോ ഇന്ന് തന്നെ മുഴുവനും ഗുഡ്സ് കൊടുക്കണം എന്നല്ല, ഫ്രം ടൈം ടു ടൈം. ഏതൊരു സമയത്താണെങ്കിലും 1 ലക്ഷം രൂപ വരെയുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിന് ഗ്യാരണ്ടി ഉണ്ട്. ആ 1 ലക്ഷം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് അല്ലെ, അപ് ടു 1 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ആ ഒരു ഇതുവരെ എന്താണ് എ ഗ്യാരണ്ടി ചെയ്യാണ്. ബി കൊടുക്കുന്ന ഗുഡ്സിന്റെ പേയ്മെന്റ് അത് സിക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ സിക്ക് പകരമായിട്ട്, സിക്കാണല്ലോ ഗുഡ്സ് കൊടുക്കുന്നത്, അപ്പൊ അത് ബിയോട് ഗ്യാരണ്ടി ചെയ്യണം. അതായത് ഇൻ കേസ് സി ഇതായിട്ടില്ല, അല്ലെങ്കിൽ സി അത് ഡീഫോൾട്ട് വരുത്തി എന്നുണ്ടെങ്കിൽ അത് ഗ്യാരണ്ടി ചെയ്യാണ് ഇവിടെ എ. പക്ഷെ പറയുന്നത് എന്താ, അത് ഇന്ന ദിവസം തന്നെ ഒന്നുമില്ല, ഈ ഒരു മൊത്തം സാധനത്തിന്റെ എന്നല്ല പറയണം, ഫ്രം ടൈം ടു ടൈം, ഏത് ആ ഒരു സമയത്തായിക്കട്ടെ. പക്ഷെ പറയുന്നത് 1 lakh വരെയുള്ളതാണെന്നാണ് എടുത്തു പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 130 പറയണം. സോ എ ഷുവറിറ്റി ക്യാൻ റിവോക്ക് എ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ ഗിവിംഗ് നോട്ടീസ് ടു ദ ക്രെഡിറ്റർ. അപ്പം ഇപ്പൊ ഞാൻ ഷുവറിറ്റി ആണ്, ഞാൻ എ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഷുവറിറ്റി ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, ഞാനത് സീരീസ് ഓഫ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് ഗ്യാരണ്ടി നിന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എനിക്ക് എനിക്ക് വേണ്ട, അങ്ങനെ ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കൊടുത്തേക്കുന്നത് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ്. ഇന്ന് ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ടല്ല നമ്മൾ നിന്നേക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ ട്രാൻസാക്ഷനുകൾക്ക് നമ്മൾ ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റിവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റർക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. പക്ഷെ ബട്ട് റിവോക്കേഷൻ എഫക്ട്സ് ഓൺലി ഫോർ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് അല്ലെ. ഞാൻ ഇന്നിപ്പോ ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെന്ന്, അല്ല, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ട്രാൻസാക്ഷനുകൾക്ക് ഒന്നും ഞാൻ ഗ്യാരണ്ടി ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഷുവറിറ്റി ആയിട്ട് നിൽക്കില്ല. പക്ഷെ ഇതിന് മുന്നേ പാസ്റ്റ് ട്രാൻസാക്ഷൻസ്, ഓൾറെഡി എൻറ്റേർഡ് ആയിട്ടുള്ള പാസ്റ്റ് ട്രാൻസാക്ഷനിൽ നിന്ന് എനിക്ക് എൻ്റെ ലയബിലിറ്റി എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആ ഒരു ലയബിലിറ്റിയിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന റിവോക്കേഷൻ എന്ന് പറയുന്നത്, അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ, അതായത് വൺസ് നമ്മൾ ഇത് റിവോക്ക് ചെയ്ത് കഴിഞ്ഞു, നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നുള്ള ഒരു ട്രാൻസാക്ഷനും എന്താണ് ഈ പറയുന്ന ഷുവറിറ്റി ലയബിൾ അല്ല പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ. പക്ഷെ ഓൾറെഡി കഴിഞ്ഞു പോയ ട്രാൻസാക്ഷൻ, അതായത് ഇതിന് മുന്നേ ഒക്കെ ഉണ്ടായിട്ടുള്ള ട്രാൻസാക്ഷൻ, ആ റിവോക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അക്സെപ്റ്റ് ചെയ്തതാണല്ലോ അത്, അതിലൊന്നും ഒരു വ്യത്യാസവും വരില്ല. അതിനൊക്കെ ഞാൻ ലയബിൾ തന്നെയായിരിക്കും. ഷുവറിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ അതിന് ലയബിൾ ആയിരിക്കും. അപ്പൊ ഇതാണ് റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് റിവോക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷെ എന്താണ്, അവിടെ ഒരു നോട്ടീസ് നമ്മൾ ക്രെഡിറ്റർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് ഞാൻ ഈ ഒരു ഗ്യാരണ്ടിയിൽ നിന്നും റിവോക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഗ്യാരണ്ടി ഇനി ഇല്ല എന്നുള്ളതിനെ പറ്റിയിട്ട് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊടുത്ത കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആൻഡ് ഈ പറയുന്ന ഷുവറിറ്റി ഇനി ഫ്യൂച്ചർ ട്രാൻസാക്ഷനുകൾക്കൊന്നും ലയബിൾ ആവില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഗ്യാരണ്ടിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും, ആരാണ് ഷുവറിറ്റി, ആരാണ് പ്രിൻസിപ്പൽ ഡെറ്റർ, ക്രെഡിറ്റർ, അവരുടെ ലയബിലിറ്റി, അതേപോലെ തന്നെ എന്താണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, അതുപോലെ അത് എങ്ങനെ റിവോക്ക് ചെയ്യാം എന്നുള്ളത്. ഓക്കെ.